നമസ്കാരം. ഇന്നത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18. ക്യാമറ വിവാദത്തിൽ ആക്രമണം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. 2 രേഖകൾ കൂടി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് പുറത്തുവിട്ടു. പ്രാഥമിക കരാർ നടപടികളിൽ കെൽട്രോണിന് വീഴ്ച വരുത്തിയതായാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. പദ്ധതിയിലെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. 10 വർഷം പ്രവർത്തന പരിചയമില്ലാത്ത അക്ഷര എന്റർപ്രൈസസ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നടപടികളിൽ എങ്ങനെ ഉൾപ്പെടുത്തി? ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം ടെൻഡറിൽ കൃത്യമായ ഒത്തുകളി നടന്നു. കെൽട്രോൺ ടെൻഡർ വിളിച്ചതിൽ ഗുരുതരമായ ക്രമക്കേട് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാവുകയാണ്. പ്രസാദിയോ എന്ന് പറയുന്ന കമ്പനിയുടെ രാംജിത്തിന് ക്ലിഫ് ഹൗസുമായി നല്ല ബന്ധമുണ്ട്. അതുകൊണ്ട് ഞാൻ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ തന്നെ പറഞ്ഞ ക്യാമറ രേഖകൾ ഇടിവെട്ടിപ്പോയില്ല എങ്കിൽ ആ ക്യാമറകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ ട്രോയ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ജിതേഷിന് ശിവശങ്കറേക്കാൾ വലിയ ബന്ധമുണ്ട് ഭരണത്തിന്. അതെന്താണെന്ന് നിങ്ങളോടൊക്കെ ഒന്ന് കണ്ടുപിടിക്കാം, ഞാൻ മാത്രം പോരാ. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ആരോപണവും ഒരു ഡോക്യുമെന്റിന്റെ പശ്ചാത്തലം ഇല്ലാതെ ഒരു ആരോപണവും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെല്ലാം ഡോക്യുമെന്റുകളുടെ രേഖകളുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളാണ്. അതിന് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എവിടെ പോയി മുഖ്യമന്ത്രിയുടെ 6 മണിയുടെ പത്രസമ്മേളനം? ഇതിപ്പോ എന്താ ആകാശവാണിയാണ്? ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞു, ആകാശവാണിയാണ്. അങ്ങോട്ട് പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും, മുമ്പിലിരിക്കുന്ന പാവപ്പെട്ട സഹാക്കന്മാർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാൻ പറ്റുമോ? പ്രസാഡിയോ കമ്പനി ഡയറക്ടർ രാംജിത്തിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിക്കണമെന്ന് BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ. ന്യൂസ് 18 പ്രൈം ഡിബേറ്റിലാണ് ശോഭാ സുരേന്ദ്രന്റെ പ്രതികരണം. പണം എവിടെ നിന്ന് വരുന്നുവെന്ന് അന്വേഷിച്ചാൽ എല്ലാ സത്യവും പുറത്തുവരും. ക്യാമറ ടെൻഡറിന്റെ സുതാര്യത സംബന്ധിച്ച് അന്വേഷണത്തിന് മുഖ്യമന്ത്രി തയ്യാറാകണം. ക്യാമറ അഴിമതിയിൽ CBI ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. എല്ലാ ടെൻഡറുകളും കണ്ണൂരേക്ക് പോകുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്കും മകന്റെ ഭാര്യാപിതാവിനും നൽകുമ്പോൾ എതിർക്കാനുള്ള ആർജവം പ്രതിപക്ഷത്തിനുണ്ടാവണമെന്നും ശോഭാ സുരേന്ദ്രൻ. ഈ രാംജിത്തിന്റെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നതിനെ കുറിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടോ? ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി നാളിതുവരെ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയുടെ കറപുരണ്ട ചരിത്രം, വെറും കഥകളല്ല, ആ അഴിമതിയുടെ കറപുരണ്ട ചരിത്രങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടപ്പെടുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയാൽ മതിയോ എന്നുള്ളതാണ് ചോദ്യം. സർക്കാരുമായി ബന്ധമില്ലാത്തതിനാൽ കക്കുകളി നാടകം വിലക്കാനാവില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. എന്നാൽ മതവികാരം വ്രണപ്പെടുത്തുന്ന സൃഷ്ടികൾ അംഗീകരിക്കാനാകില്ലെന്നാണ് സർക്കാർ നിലപാട്. പക്ഷേ നാടകം നിരോധിക്കണമെന്ന കടുത്ത നിലപാടിലാണ് ക്രൈസ്തവ സഭകൾ. കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ എടുക്കുന്ന അതേ നിലപാട് എന്തുകൊണ്ട് നാടകത്തിനെതിരെ ഇല്ലെന്നും സഭാ നേതൃത്വം ചോദിക്കുന്നു. ഇതിനിടെ നാടകത്തിന്റെ ഉള്ളടക്കം തിരുത്തണമെന്ന് സർക്കാർ സംഘാടകരോട് ആവശ്യപ്പെട്ടു. കക്കുകളി വിവാദത്തിൽ കരുതലോടെയാണ് സർക്കാർ നീക്കം. വിമർശനമുയർന്ന ഉള്ളടക്കം അംഗീകരിക്കുന്നില്ലെങ്കിലും നാടകം വിലക്കാനാവില്ലെന്നാണ് സർക്കാർ വിശദീകരണം. മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ: വിലക്കണ്ട, ഞങ്ങൾക്ക് തന്നെ വിലക്കാൻ പറ്റുന്നു. ഇതെല്ലാം പൗരസ്വാതന്ത്ര്യമല്ലേ, നിയമം നിൽക്കാൻ വിലക്കല്ലല്ലോ. ഇത് മാന്യതയുടെ പ്രശ്നമല്ലേ. ഇതൊന്നും ആവശ്യമില്ലാത്തതാണെങ്കിൽ ജനങ്ങൾ അങ്ങ് ബഹിഷ്കരിച്ചേക്കണം, പ്രശ്നം തീർന്നു. പക്ഷേ നാടകത്തിന്റെ ഉള്ളടക്കത്തിൽ മാറ്റമുണ്ടാവണമെന്ന നിലപാടിലാണ് സർക്കാർ. മതവികാരം വ്രണപ്പെടുത്തുന്ന ഭാഗങ്ങൾ അംഗീകരിക്കില്ല. മതമേലധ്യക്ഷന്മാരുടെ പരാതി സർക്കാരിന് ലഭിച്ചിട്ടുണ്ടെന്നും നാടകം പരിശോധിച്ച് തിരുത്താൻ നിർദ്ദേശം നൽകിയെന്നും മന്ത്രി. ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഏത് കക്കുകളിയാണെങ്കിലും ഏത് കൊക്കുകളിയാണെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഇങ്ങനെയുള്ള നാടകം കൊണ്ട് അവതരിപ്പിച്ച് ആരെ സംരക്ഷിക്കാനാണ്? കേരളത്തിൽ പലയിടത്തും ഈ നാടകം നടത്തിയായിട്ടുള്ള പരാതി എന്നെ ശ്രദ്ധപ്പെട്ടു. ബന്ധപ്പെട്ടവരെ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇത് ശരിയായ കാര്യമല്ല. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈസ്തവ സഭ. കക്കുകളി എന്ന നാടകത്തിന്റെ പ്രദർശനം അത് കേരളത്തിൽ നിരോധിക്കണം എന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതിക്ക് വേണ്ടി സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ സർക്കാരും രാഷ്ട്രീയ പാർട്ടികളും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. വിവാദ സിനിമയ്ക്കെതിരെ എടുത്ത കടുത്ത നിലപാട് കക്കുകളി വിവാദത്തിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്നും ഉണ്ടാവാത്തതിൽ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരേ നീതി വേണമെന്ന് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പറഞ്ഞു.
അതേസമയം വിവാദത്തിൽ കരുതലോടെയാണ് ഇടത് കേന്ദ്രങ്ങളുടെ നീക്കം. ആവിഷ്കാര സ്വാതന്ത്ര്യമെന്ന വാദമുണ്ടെങ്കിലും ക്രൈസ്തവ സഭയെ പിണക്കാനുമില്ല. അത് അവരുടേതായ രീതിയിൽ അവർ അവതരിപ്പിക്കുകയാണ്. അത് ഏതെങ്കിലും രീതിയിൽ മതത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഭാഗമായിട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ച പ്രശ്നം പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ മാത്രമേ ഉള്ളൂ. ചർച്ച നടക്കട്ടെ, അഭിപ്രായം പറയാനുള്ള പറയട്ടെ. എന്നാൽ നാടകം നിരോധിക്കണമെന്ന ആവശ്യത്തിൽ കടുത്ത നിലപാടിലാണ് കോൺഗ്രസ്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തോ ഒരു നാട്ടിലോ നിലനിൽക്കുന്ന സമുദായ സൗഹാർദ്ദം തകർക്കലല്ല, വർഗീയ വിദ്വേഷം ആളിക്കത്തിക്കലല്ല. CPM മുൻകൈയെടുത്ത് പലയിടങ്ങളിലും കക്കുകളി നാടകം അവതരിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് വിമർശനം ശക്തമാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾ നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ നാടക വിവാദത്തിൽ സർക്കാരിന്റെ പുതിയ നീക്കം നിർണായകമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കാൻ ശ്രമം. തിരുവനന്തപുരം വലിയതുറയിലാണ് മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി ലീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. വലിയതുറയിൽ സൈക്ലോൺ ഷട്ടറുകളുടെ ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു മുഖ്യമന്ത്രി. വന്ദേ ഭാരതിന് കല്ലെറിഞ്ഞ സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു. കല്ലേറുണ്ടായ സ്ഥലം തിരിച്ചറിയാനായിട്ടില്ല. കല്ലേറുണ്ടായത് താനൂരിന് മുൻപാണെന്നാണ് സംശയം. കൃത്യമായ സ്ഥലം കണ്ടെത്താൻ പരിശോധന തുടരുകയാണ്. സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് RPF അറിയിച്ചു. പ്രതിദിന സർവീസിൽ ട്രയൽ റൺ ദിവസങ്ങളിലെ വേഗതയിലേക്ക് എത്താൻ കഴിയാതെ വന്ദേ ഭാരത് എക്സ്പ്രസ്. വിവിധയിടങ്ങളിലെ ട്രാക്ക് നവീകരണ ജോലികൾ അടക്കമുള്ള കാരണങ്ങളാണ് വന്ദേ ഭാരത് പല സ്റ്റേഷനുകളിലും വൈകിയെത്തുന്നത്. കോട്ടയത്തിനും കണ്ണൂരിനും ഇടയ്ക്കുള്ള സ്റ്റോപ്പുകളിലാണ് നിശ്ചിത സമയത്തിൽ നിന്ന് 20 മിനിറ്റ് വരെ ട്രെയിൻ വൈകി ഓടിയത്. ട്രയൽ റണ്ണിൽ വന്ദേ ഭാരത് കാണിച്ച കൃത്യത യാത്രാ സർവീസ് ആരംഭിച്ചപ്പോൾ താളം തെറ്റി. തിരുവനന്തപുരത്ത് നിന്ന് 5:20 പുറപ്പെടുന്ന വന്ദേ ഭാരത് കഴിഞ്ഞ ദിവസം 3 മിനിറ്റ് വൈകി 6:10 കൊല്ലത്തെത്തിയത്. കോട്ടയത്തെത്തിയപ്പോഴും ആ സമയനഷ്ടം പരിഹരിക്കാനായില്ല. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗമാണ് എറണാകുളത്തേക്കുള്ള പാതയിൽ ലഭിക്കുക. 8:17 എത്തേണ്ട വന്ദേ ഭാരത് 12 മിനിറ്റ് വൈകി 8:29 നോർത്ത് സ്റ്റേഷനിൽ എത്തിയത്. 9:22 എത്തേണ്ട ട്രെയിൻ തൃശ്ശൂരെത്തുമ്പോൾ 13 മിനിറ്റ് വൈകി 9:35. തൃശ്ശൂരിനും ഷൊർണൂരിനുമിടയിൽ സമയവ്യത്യാസം 7 മിനിറ്റായി കുറഞ്ഞു. കോഴിക്കോട് 11 മിനിറ്റ് ലേറ്റ്. കോഴിക്കോടിനും കണ്ണൂരിനുമിടയിൽ താമസം 20 മിനിറ്റായി ഉയർന്നു. എന്നാൽ കോഴിക്കോട് കാസർഗോഡ് പാതയിൽ പരമാവധി വേഗം കൈവരിച്ചു. കൃത്യസമയമായ 1:25 തന്നെ കാസർഗോഡ് എത്തി. എറണാകുളം മെയിൻ്റനൻസ് യാർഡിനും എറണാകുളം നോർത്തിനുമിടയിൽ എല്ലാ ട്രെയിനുകൾക്കും വേഗം കുറയും. ഇവിടെ 15 കിലോമീറ്റർ മാത്രമാണ് വേഗം. ഷൊർണൂർ യാർഡ് മുതലുള്ള ഭാഗത്തും വേഗം 15 കിലോമീറ്ററിലേക്ക് താഴും. അതായത് മറ്റ് സ്റ്റേഷനിലെത്തുമ്പോഴുള്ള കാലതാമസം അവസാന സ്റ്റേഷനിലെത്തുമ്പോൾ പരമാവധി വേഗം കൈവരിച്ചാണ് റെയിൽവേ വന്ദേ ഭാരതിൻ്റെ സമയകൃത്യത പാലിക്കുന്നത്. ട്രാക്കുകളിലെ അറ്റകുറ്റപ്പണിയാണ് ഇപ്പോഴത്തെ പ്രധാന വെല്ലുവിളി. ന്യൂസ് 18 തിരുവനന്തപുരം. ജഗദീഷ് ഷെട്ടർ അടക്കമുള്ള നേതാക്കളുടെ ചുവടുമാറ്റം കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ പ്രകടനത്തെ ബാധിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലിംഗായത്ത് സമുദായത്തിന് BJPയോട് അതൃപ്തിയില്ല. ഹുബ്ബള്ളി ധാർവാഡ് മണ്ഡലത്തിൽ ഷെട്ടർ പരാജയപ്പെടുമെന്നും ന്യൂസ് 18 കന്നഡയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത്ഷാ പറഞ്ഞു. ന്യൂസ് 18 മാനേജിംഗ് എഡിറ്റർ വിവേക് നാരായണൻ, കന്നഡ സീനിയർ എഡിറ്റർ നിഖിൽ ജോഷി എന്നിവർക്ക് നൽകിയ അഭിമുഖത്തിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിലപാട് വ്യക്തമാക്കിയത്. ജഗദീഷ് ഷെട്ടർ, ലക്ഷ്മൺ സവതി തുടങ്ങിയ നേതാക്കൾ പാർട്ടി വിട്ടത് BJPയെ ബാധിക്കില്ല. ഷെട്ടറിനെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും 6 തവണ MLAയുമാക്കിയത് പാർട്ടിയാണ്. സീറ്റ് ലഭിച്ചിരുന്നെങ്കിൽ ഷെട്ടർ പാർട്ടി വിടുമായിരുന്നോ എന്നും അമിത്ഷാ ചോദിച്ചു. ധാർവാഡ് മണ്ഡലത്തിൽ ഷെട്ടർ ഇത്തവണ തോൽക്കുമെന്നും അമിത്ഷാ. इतने सीनियर नेता को MLA बनकर बैठना है तो पार्टी ने फैसला दिया कि आप न लड़िए. मुझे एक बात बताइए, अगर हम टिकट देते तो सिट्टा जी चले जाते क्या? मगर हम में स्टैंड लेने का दम है, क्योंकि मैं मानता हूं कि जनता ने सिट्टा जी को वोट नहीं दिया है, भारतीय जनता पार्टी को वोट दिया. सर आप दम और इस चुनाव में श्री जगदीश शेट्टर गत चुनाव के मार्जिन से डबल मार्जिन से चुनाव हारेंगे. मेरे मन में कोई कंफ्यूजन नहीं, क्योंकि मैं हुबली के कार्यकर्ताओं को भी जानता हूं, नीचे की स्थिति को भी जानता हूं.
ലിംഗായത്ത് സമുദായത്തോട് കോൺഗ്രസ് എന്ത് ചെയ്തുവെന്ന് ചോദിച്ച അമിത്ഷാ വീരേന്ദ്ര പാട്ടീലിനെ രാജീവ് ഗാന്ധി പുറത്താക്കിയ കാര്യം ഓർമ്മിപ്പിച്ചു. മറ്റൊരു മുതിർന്ന നേതാവായ നിജലിംഗപ്പയെ ഇന്ദിരാഗാന്ധി അപമാനിച്ചു. ലിംഗായത്ത് നേതാവായ യെദ്യൂരപ്പ ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കുന്നതെന്നും അമിത്ഷാ. लिंगायत कम्युनिटी को कांग्रेस ने क्या दिया? 50 साल से ज्यादा शासन में रहे, 2 बार हाफ टर्म दिया, दोनों बार अपमानित कर निकाल दिया. निजलिंगप्पा जी को इंदिराबेन ने अपमानित कर निकाला और वीरेंद्र पाटिल को राजीव गांधी ने एयरपोर्ट पर से ही घोषणा कर निकाल दिया, जबकि वो बीमार चल रहे थे. कोई सवाल ही नहीं लिंगायतों में नाराजगी. लिंगायतों के सबसे बड़े नेता श्री येदियुरप्पा है और वो एक्टिव तरीके से हमारे चुनाव कैंपेन को लीड कर रहे हैं. ആരെയെങ്കിലും MLA-യോ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കാനുള്ള തെരഞ്ഞെടുപ്പല്ലെന്നും കർണാടകയുടെ ഭാവി മെച്ചപ്പെടുത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇനിയും കർണാടകയുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. കർണാടകത്തിൽ സംവരണ പരിധി ഉയർത്തുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രിക. പട്ടികജാതി സംവരണം 15% നിന്ന് 17%. പട്ടികവർഗ സംവരണം 3% നിന്ന് 7%. BJP സർക്കാർ റദ്ദാക്കിയ 4% മുസ്ലിം സംവരണം പുനഃസ്ഥാപിക്കും. ലിംഗായത്ത്, വൊക്കലിംഗ സമുദായങ്ങളുടെ സംവരണം ഉയർത്തുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. സമൂഹത്തിൽ വിദ്വേഷം വളർത്തുന്ന സംഘടനകളെ നിരോധിക്കുമെന്നാണ് മറ്റൊരു വാഗ്ദാനം. കർഷകർക്ക് 10 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ അനുവദിക്കുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു. എല്ലാ വീടുകൾക്കും 200 യൂണിറ്റ് സൗജന്യ വൈദ്യുതി, 10 കിലോ സൗജന്യ അരി, ഓരോ കുടുംബത്തിലെയും സ്ത്രീക്ക് പ്രതിമാസം 2000 രൂപ, സ്ത്രീകൾക്ക് സൗജന്യ ബസ് പാസ് തുടങ്ങി അടുത്തിടെ പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളും പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. NCP അധ്യക്ഷ സ്ഥാനം ശരത് പവാർ ഒഴിഞ്ഞു. മുംബൈയിൽ ആത്മകഥയുടെ 2ാം പതിപ്പിന്റെ പ്രകാശന ചടങ്ങിലാണ് അപ്രതീക്ഷിതമായ പ്രഖ്യാപനം. എന്നാൽ സജീവ രാഷ്ട്രീയം വിടില്ലെന്നും പൊതുപരിപാടികളിലും യോഗങ്ങളിലും തുടരുമെന്നും പവാർ അറിയിച്ചു. പുതിയ അധ്യക്ഷനെ സുപ്രിയ സുലെ, അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ജയന്ത് പാട്ടീൽ, അനിൽ ദേശ്മുഖ് തുടങ്ങിയ മുതിർന്ന നേതാക്കളടങ്ങിയ സമിതി തീരുമാനിക്കും. രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത് 1960 മെയ് 1-നാണ്. നീണ്ടകാലത്തെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. രാജ്യസഭയിൽ 3 വർഷത്തെ കാലാവധിയുണ്ടെന്നും ഇക്കുറി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും ശരത് പവാർ പറഞ്ഞു. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിൽ കൂടുതൽ അറസ്റ്റിലേക്ക് കടന്ന ക്രൈംബ്രാഞ്ച് സംഘം. തിരുവനന്തപുരത്തെ BJP കൗൺസിലർ VG ഗിരികുമാറിനെയും ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത RSS പ്രവർത്തകൻ ശബരിയെയുമാണ് അറസ്റ്റ് ചെയ്തത്. ആക്രമണം ആസൂത്രണം ചെയ്തത് VG ഗിരികുമാറിന്റെ നേതൃത്വത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തൽ. ഇതുവരെയും 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം തീവച്ച കേസിൽ VG ഗിരികുമാറിനെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച സെക്രട്ടേറിയറ്റിലേക്ക് BJP മാർച്ച് നടത്തി. ഗിരികുമാറിനെ കുടുക്കിയത് കള്ളക്കേസിലാണെന്നും അറസ്റ്റിന് പിന്നിൽ CPM ഗൂഢാലോചനയുണ്ടെന്നും BJP ആരോപിച്ചു. മാർച്ചിനു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത. മെയ് 6 തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെടും. തുടർന്നുള്ള 48 മണിക്കൂറിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അപകീർത്തി കേസിൽ രാഹുൽ ഗാന്ധിയുടെ അയോഗ്യത തുടരും. അടിയന്തര സ്റ്റേ അനുവദിക്കണമെന്ന ആവശ്യം ഗുജറാത്ത് ഹൈക്കോടതി അംഗീകരിച്ചില്ല. കുറ്റക്കാരനെന്ന കോടതി വിധി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് രാഹുൽ ഗാന്ധി ഹൈക്കോടതിയെ സമീപിച്ചത്. ബാർ കോഴ കേസിൽ CBI നീക്കത്തിൽ പ്രതികരണവുമായി ജോസ് കെ മാണി. ബാർ കോഴ കേസിൽ വസ്തുതയില്ല എന്ന് വ്യക്തമായതാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഞാനിവിടെ സൂചിപ്പിച്ചു, അതിനകത്ത് സൂചിപ്പിച്ചു ഇത്രയേ ഉള്ളൂ. ഒരു ഹർജിക്കാരൻ ഇവിടെ നമുക്കറിയാവുന്ന പോലെ ഇതിൻ്റെ ഈ പറഞ്ഞ കേരളത്തിലെ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിശോധനകളെല്ലാം നടത്തി അതിനകത്ത് വസ്തുതയൊന്നുമില്ല എന്ന് പറയുകയും അതിൻ്റെ അവാർഡ് വരികയും ചെയ്തു. അതിനുശേഷം ഒരു പരാതിക്കാരൻ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയുടെ ആ ഹർജിക്കാരൻ്റെ ഹർജിയിൽ പറഞ്ഞ കാര്യങ്ങൾ സാധാരണ രീതിയിൽ അത് നടപടിക്രമം എന്നുള്ളത് റീപ്രൊഡ്യൂസ് ചെയ്തു CBI. ആ കാര്യം കോട്ടയം കടുത്തുരുത്തിയിൽ സൈബർ ആക്രമണത്തെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി അരുൺ കോയമ്പത്തൂരിൽ ഒളിവിലെന്ന് സൂചന. അരുൺ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കോയമ്പത്തൂരിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ച സൂചന. ഒരു പെൺകുട്ടിക്കും ഈ സ്ഥിതി ഉണ്ടാകരുതെന്ന് ആതിരയുടെ സഹോദരി ഭർത്താവ് ആശിഷ് ദാസ് IAS പറഞ്ഞു. മറ്റൊരു വിവാഹാലോചന വന്നതാണ് പ്രകോപനത്തിന് കാരണം. ആസൂത്രിതമായാണ് സഹോദരിക്കെതിരെ ഇയാൾ സൈബർ അധിക്ഷേപം നടത്തിയെന്നും ആശിഷ് ദാസ് പറഞ്ഞു.
ലഹരിയുടെ ചതിക്കുഴിയിൽ വീഴുന്ന കൗമാരപ്രായക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. രാസലഹരിയുടെ ഉപയോഗം സ്കൂൾ വിദ്യാർത്ഥികളിൽ വ്യാപകമാകുന്നു. ഗ്രാമ നഗരഭേദമില്ലാതെയുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചും സമൂഹവും രക്ഷിതാക്കളും ആശങ്കയിലാണ്. കളിച്ചും ചിരിച്ചും കഴിയേണ്ട ബാല്യം, അതിലേറെ മനോഹരമായ കൗമാരം, ഇതെല്ലാം വികൃതമാക്കി ഇന്നത്തെ യൗവനത്തെയും കൗമാരത്തെയും ലഹരിയുടെ മായിക ലോകത്തേക്ക് തള്ളിവിടുകയാണ് ലഹരി മാഫിയ. മൊബൈൽ ഉപയോഗവും അതുവഴിയുണ്ടാകുന്ന ബന്ധങ്ങളും ലഹരി മരുന്നുമൊക്കെ പിഴുതെടുക്കുന്നത് ഭാവി തലമുറയെയാണ്. ലഹരി ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളും മറ്റു ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാനാകാതെ മാതാപിതാക്കൾ വലയുമ്പോൾ പൊലിഞ്ഞു പോകുന്ന ജീവനുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കാനേ അവർക്ക് കഴിയൂ. ഇപ്പം ലഹരിയുടെ ഉപയോഗം ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അത് ഈ കൊച്ചു കുട്ടികളെ നമ്മൾ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നുള്ള ഒരാശങ്ക മാതാപിതാക്കളുടെ ഇടയിലുണ്ട്. അപ്പം അത് എങ്ങനെ നമ്മൾ തരണം ചെയ്യും, ഇത് ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ആശങ്ക നമ്മുടെല്ലാം ഉണ്ട്. നമ്മൾ ഈ കൊച്ചു കുട്ടികൾ, ഒരു പക്വതയില്ലാത്ത ഈ കുട്ടികളോട് നമ്മൾ എന്ത് പറഞ്ഞാണ് മനസ്സിലാക്കാനുള്ളത്? ഒരാളൊരു മുട്ടായി തന്നാൽ വാങ്ങി കഴിക്കരുത്, അല്ലെങ്കിൽ അവർ വേറെ എന്തെങ്കിലും തന്നാൽ വാങ്ങി കഴിക്കുക. അവരൊരു പരിധിവരെ കേൾക്കും. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികൾ ആരെങ്കിലും തന്നാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിയും. പിന്നെ അതിനൊക്കെ അഡിക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാം അറിഞ്ഞിട്ടും അങ്ങേയറ്റം ജാഗ്രത പാലിച്ചിട്ടും പൊലിഞ്ഞു പോകുന്ന ജീവനുകൾ പിടിച്ചു നിർത്താൻ ഭരണകൂടത്തിനെന്നല്ല കുടുംബത്തിന് പോലും ആകുന്നില്ല എന്നതാണ് നമ്മെ ആശങ്കപ്പെടുത്തുന്ന വസ്തുത. സ്കൂളുകളും ജാഗ്രത പാലിക്കണമെന്നാണ് മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. മക്കളുടെ കാര്യത്തിൽ എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലെ സുരക്ഷിതത്വമാണ് നമ്മുടെ പാരന്റ്സ് നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ബാക്കി ടൈം ഫുള്ളായിട്ട് മക്കള് സ്കൂളിലാണ്. ആ ഒരു ടൈമിലെന്ന് വെച്ചാൽ അവിടെ ഏത് രീതിയിലാണ്, ചിലപ്പം ടീച്ചേഴ്സിന്റെ ഇതിന്റെ വഴി നിന്നായിരിക്കാം, അങ്ങനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, കാരണം അവരും ശ്രദ്ധിക്കണം എന്നുള്ള ഇതാണ് എന്റെയും ഒരു ഇത്, മനസ്സിലായില്ലേ? അപ്പൊ ഈ മക്കളുടെ ബാഗിൽ എന്തെങ്കിലും കാണുന്നത്, ഞാനിപ്പോ പറയുന്ന പാരന്റ്സിനോട് പറയുന്നത് എന്താ വെച്ചാല് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് പരിശോധിക്കാം. അത് ഏത് പാരന്റ്സ് ആയാലും ശരി, ഏത് കുഞ്ഞുകുട്ടികളുടെ ബാഗായാലും ശരി, നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മക്കളുടെ ബാഗ് മസ്റ്റായിട്ടും നോക്കി പരിശോധിക്കുക തന്നെ വേണം. കളിച്ചിരി നിറയേണ്ട വീടകങ്ങൾ, കലാലയമുറ്റങ്ങൾ, അതാണ് ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നമുക്ക് നഷ്ടമാകുന്നത്. ഇനിയും ഇതിന് പരിഹാരം വൈകിക്കൂടാ. മാതാപിതാക്കളുടെ, അധ്യാപകരുടെ, കൂട്ടുകാരുടെ കണ്ണുനീർ വീഴാൻ ഇനിയും അനുവദിച്ചുകൂടാ. കൃഷ്ണപ്രസാദിനൊപ്പം ഐശ്വര്യാനിൽ, ന്യൂസ് 18 തിരുവനന്തപുരം. എറണാകുളം അങ്കമാലി അതിരൂപത വിഭജിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന വൈദികർ. അതിരൂപത വിഭജനം കൊണ്ട് സഭയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകില്ല. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് കർദിനാൾ ഉൾപ്പെടെയുള്ളവർ വത്തിക്കാനിലേക്ക് പോയതെന്നും വത്തിക്കാൻ തങ്ങളുടെ വിഷയം കേൾക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വൈദിക സെക്രട്ടറി ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ പറഞ്ഞു. എം.വി. ഗോവിന്ദനെ വെല്ലുവിളിച്ച് വീണ്ടും സ്വപ്ന സുരേഷ്. ഇനി കോടതിയിൽ കാണാമെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്വപ്നയുടെ വെല്ലുവിളി. കേസ് കൊടുത്ത് വിരട്ടാം എന്ന് സ്വപ്നത്തിൽ മാത്രമേ നടക്കൂ. 10 കോടി നഷ്ടപരിഹാരം ചോദിച്ച് കോർട്ട് ഫീ അടച്ച് സിവിൽ കോടതിയിലും കേസ് കൊടുക്കണം. എം.വി. ഗോവിന്ദനെ കോടതിയിൽ വെച്ച് കാണാൻ കാത്തിരിക്കുന്നുവെന്നും സ്വപ്ന ഫേസ്ബുക്കിൽ കുറിച്ചു. പത്തനംതിട്ട പന്തളം കുരമ്പാലയിൽ നിയന്ത്രണം വിട്ട ജീപ്പ് സ്കൂട്ടറിലും കാറിലും ഇടിച്ച് അപകടമുണ്ടായി. 2 സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതരമായ പരിക്കേറ്റു. വണ്ടികളിൽ ഇടിച്ച ജീപ്പ് MC റോഡിന് സമീപമുള്ള കടയിലേക്ക് ഇടിച്ചു കയറി. പന്തളം ഭാഗത്തു നിന്ന് വന്ന ധാർ ജീപ്പാണ് നിയന്ത്രണം വിട്ട് അടൂർ ഭാഗത്തു നിന്ന് വന്ന 2 സ്കൂട്ടറിലും 1 കാറിലും ഇടിച്ചത്. ടോപ്പ് 18 പൂർണ്ണമാകുന്നു. നമസ്കാരം.